ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സൺഡേ ആയിട്ട് ഞാനാണ് കേട്ടോ വീട്ടിൽ കുക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ചെറിയുള്ളീൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് വെക്കുന്നുണ്ട്. മീൻകറി വെക്കാനായിട്ടാണ്. അങ്ങനെ ഒരു ചട്ടി എടുത്തിട്ട് കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇനി അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എനിക്ക് കുക്ക് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ചിലതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ചീറ്റി പോകാറുണ്ട്, ചിലതൊക്കെ നല്ലതായിട്ട് വരും. അങ്ങനെ ഇന്ന് കിട്ടിയിട്ടുള്ള മീൻ എന്താണെന്ന് വെച്ചാൽ കേരാച്ചൂര എന്ന് പറയുമല്ലോ, ആ മീനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആ മീനിൻ്റെ കുറച്ച് കഷ്ണമായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒന്ന് പൊടികൾ ഇട്ട് കൊടുക്കാവേ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ താണ്ട നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ ഇത്. അങ്ങനെ ഇതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഈ മീൻ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ചിക്കൻ കറി വയ്ക്കുന്ന ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അതേപോലത്തെ ഒരു മീൻ കറിയായിട്ടൊന്ന് വയ്ക്കുകയാണ്, ചിക്കൻ്റെ ടേസ്റ്റുള്ള ഒരു മീൻ കറിയായിട്ട്. അങ്ങനെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. പിന്നെ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് പുളി നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പുളിവെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കി ഒന്ന് വെക്കുന്നുണ്ട്. ഇനി ഇത് ഈ പുളിവെള്ളത്തിൽ കിടന്ന് ഒരു നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ. ഈ മസാല എല്ലാം ഒന്ന് നല്ലപോലെ പിടിക്കാനായിട്ടാണ് കുറച്ച് നേരം അങ്ങനെ ചെയ്യണത്. അങ്ങനെ താണ്ട് നല്ല തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറി താണ്ട് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെറിയുള്ളി ഇട്ട് മീൻകറി വെച്ച പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതലും ചെറിയുള്ളി വെച്ചിട്ടാണ് കറിയൊക്കെ വെക്കാറ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.